പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിന് പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി കെ.വി. പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിന്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾക്ക് പോലെയൊന്നല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളായിരുന്നു പ്രമോദ് കൊട്ടുള്ളിയെ CPM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെ ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പ്രമോദ് കൊട്ടുള്ളി പുറത്താക്കിയിരിക്കുന്നു. ആരോപണ വിധേയനായ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടുള്ളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായാണ് പി മോഹനൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം തനിക്കെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന സാഹചര്യമാണ് പ്രമോദ് കൊട്ടുള്ളിയും എടുത്തിരിക്കുന്നത്. തനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെയും കെട്ടിച്ചമച്ചതാണ്. ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും താൻ തയ്യാറാണ്. ഒപ്പം നുണ പരിശോധനയ്ക്ക് വരെ താൻ വിധേയനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രമോദ് കൊട്ടുള്ളി പറയുന്നത്. ഇപ്പോൾ ഷിത ജഗത് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിത, പാർട്ടി ഒരിക്കലും തള്ളിപ്പറയാൻ പ്രമോദ് കൊട്ടുള്ളി തയ്യാറായില്ല. പക്ഷേ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇപ്പോൾ പ്രമോദ് കൊട്ടുള്ളിയെ പുറത്താക്കിയിരിക്കുന്നു. എന്താണ് മോഹനൻ മാഷിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ? പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ കെ.വി. പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ജില്ലാ സെക്രട്ടറി പി മോഹനും ആവർത്തിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് നിരക്കാത്ത, പാർട്ടിയുടെ സമീപനങ്ങൾക്ക് നിരക്കാത്ത നിലപാടാണ് പ്രമോദ് കൊട്ടുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് എന്നുള്ളതാണ് പി മോഹൻ പറഞ്ഞത്. ഇതിന് മാത്രമല്ല, ഈ തീരുമാനം ഉണ്ടായിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിലോ ജില്ലാ സെക്രട്ടേറിയറ്റിലോ ഈ തീരുമാനത്തിന് ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഏകകണ്ഠമായുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മറ്റൊരു ഭിന്നാഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പ്രമോദ് കൊട്ടുള്ളി ഇത്തരത്തിൽ പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതിന്റെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പാർട്ടി നീങ്ങുന്നത് എന്നുള്ളതാണ് പി മോഹനൻ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നും തന്നെ അംഗീകരിക്കാനാവില്ല. അത്തരത്തിലുള്ള നിലപാടുകൾ ആര് വെച്ചു പുലർത്തിയാലും അംഗീകരിക്കാനാവില്ല. ആ സാഹചര്യത്തിലാണ് പ്രമോദ് കൊട്ടുള്ളിക്കെതിരെ ജില്ലാ കമ്മിറ്റി നടപടിയെടുത്തത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി കൂടിയായ പി മോഹനൻ പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ എന്ത് കാരണത്താലാണ് എന്നുള്ളത് ഇതിൽ ഈ റിലീസിൽ വ്യക്തമല്ല. എന്ത് ആരോപണമാണ് പ്രമോദ് കൊട്ടുള്ളിക്കെതിരെ ഉയർന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതിൽ വ്യക്തമല്ല. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം PSC നിയമന കോഴ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധം തുടങ്ങിയ അത്തരത്തിലുള്ള ഒരു കാര്യവും ഈ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇതിൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടിയുടെ അച്ചടക്കത്തിന് നിരക്കാത്തതുമായ കാര്യങ്ങൾ, പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറയുകയും ചെയ്തിരിക്കുന്നത്. അജി.